ഹായ് ബഡീസ്. ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്ന് എന്തുണ്ടാക്കും. അപ്പോഴാണ് കുറച്ച് പഴണ്ടേക്ക് നമുക്ക് പുട്ട് ഉണ്ടാക്കാം. ഞാൻ പാക്കറ്റ് പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ച് നിങ്ങൾക്ക് അധികം വേണ്ട, നിങ്ങൾക്ക് എത്ര ആവശ്യം അത്ര എടുക്കും. ചിലവർ ഇതിൽ തന്നെ ഉപ്പ് ആഡ് ചെയ്യും. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്യുക. അതെനിക്ക് കുറച്ചും കൂടി കംഫർട്ട്, എത്ര ആഡ് ചെയ്യണം എന്നറിയാം. പിന്നെ നിങ്ങൾ വിചാരിക്കും വെള്ളം കൂടുതലായി. അല്ല കേട്ടോ, ഇത് കുറച്ച് കഴിഞ്ഞാൽ സെറ്റായിക്കോളും. അത് നല്ല കുഴച്ച് കൊടുക്കണം, കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല കുഴച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് അങ്ങനെ വെച്ചാൽ അത് പുട്ടുപൊടി നമുക്ക് സെറ്റായി കിട്ടും. പിന്നെ വെള്ളം ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് എൻ്റെ ശരിയായി കിട്ടിയത്. പിന്നെ ഞാനിതിലേക്ക് 1.5 കപ്പ് നാളികേരമാണ് ഇട്ടെടുക്കുന്നത്. എനിക്ക് നാളികേരം കുറച്ച് കൂടുതൽ വേണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പുട്ടുപൊടിയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ സ്റ്റീമറിലാണ് ഉണ്ടാക്കുന്നത്. എത്ര പേര് നിങ്ങൾ സ്റ്റീമറിൽ പുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് സമയം ലാഭിക്കാം. മറ്റേതിൻ്റെ അത്ര ടേസ്റ്റൊന്നും അധികം ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ടേസ്റ്റ് കുഴപ്പമുണ്ടാവില്ല. പുതിയുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. നാളികേരം നല്ല അതിലിട്ട് കുഴച്ച് കൊടുത്ത് പാകാക്കി വയ്ക്കും. പിന്നെ സ്റ്റീമർ എടുത്ത്, ഞാൻ എടുക്കുന്ന പാത്രം ഇതാണ് കേട്ടോ സ്റ്റീമർ എടുത്ത് അതിലേക്ക് കുറച്ച് നാളികേരം ആഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ പുട്ടുപൊടി ആഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നാളികേരം ആഡ് ചെയ്യും. എൻ്റെ ഒരു കരവിരുത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളും വീട്ടിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെ ചിലവർ ഇഡ്ഡലി ചെമ്പിലൊക്കെയാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. എനിക്ക് പിന്നെ സ്റ്റീമറുള്ളതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ സമയം ലാഭിക്കാം. ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.